നമസ്കാരം. എത്ര മികച്ച ഉറക്കം നേടിയാലും പകൽ മുഴുവൻ ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ നിങ്ങൾക്ക്? തളർച്ച തോന്നി സ്റ്റാമിന നഷ്ടപ്പെട്ട അവസ്ഥ അലട്ടാറുണ്ടോ? ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, എങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തരം, അളവ്, ഗുണനിലവാരം എന്നിവ നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഭക്ഷണങ്ങളും ഊർജ്ജം നൽകുന്ന ഭക്ഷണങ്ങളാണ്. എന്നാൽ ചില പോഷകങ്ങൾ നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സ്വാഭാവികമായി ഊർജ്ജം പകരാനും നിങ്ങളെ സഹായിക്കുന്നു. അത്തരം ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്ന്, വാഴപ്പഴമാണ്. ഊർജ്ജം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മികച്ച ഭക്ഷണമാണ് വാഴപ്പഴം. ഒരു ഇടത്തരം വാഴപ്പഴത്തിൽ 105 കിലോ കലോറി ഊർജ്ജം, 27 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 3 ഗ്രാം ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. വാഴപ്പഴത്തിലെ മഗ്നീഷ്യം നിങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് നട്ട്സാണ്. ആരോഗ്യകരമായ ലഘുഭക്ഷണമാണ് നട്ട്സ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഊർജ്ജം നൽകുന്നു. പ്രോട്ടീനുകൾ, ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ ശേഖരമാണ് ഒരു പിടി നട്ട്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ് നട്ട്സ്. ഇത് പേശികളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതിനാൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ലഘുഭക്ഷണമായി നട്ട്സ് കഴിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ബ്രൗൺ റൈസ് ആണ്. ദിവസം മുഴുവൻ നിങ്ങളെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നതിനുള്ള ഒരു ഊർജ്ജ സ്രോതസ് കാർബോഹൈഡ്രേറ്റുകളാണ്. 100 ഗ്രാം ബ്രൗൺ റൈസിൽ 112 കിലോ കലോറി ഊർജ്ജം, 2 ഗ്രാം ഫൈബർ, 2 ഗ്രാം പ്രോട്ടീൻ എന്നിവയും അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. വെളുത്ത അരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തവിട്ട് അരിയിൽ അന്നജം കുറവും ഫൈബർ കൂടുതലുമാണ്. അതിനാൽ ദഹിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. ഇത് ആമാശയം കൂടുതൽ നേരം നിൽക്കുകയും ശരീരത്തെ ഊർജ്ജസ്വലമാക്കുകയും സ്റ്റാമിനയുടെ അളവ് നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഇനി അടുത്തത് മത്സ്യമാണ്. അവിശ്വസനീയമാം വിധം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് മത്സ്യം. പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവ സമ്പന്നമാണിവ. 100 ഗ്രാം സാൽമണിൽ 142 കിലോ കലോറി ഊർജ്ജവും, 20 ഗ്രാം പ്രോട്ടീനും, ഒമേഗ 3 ഫാറ്റി ആസിഡുകളും വിറ്റാമിനുകളും എന്നിവ അടങ്ങിയിരിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നിങ്ങളുടെ ക്ഷീണം അകറ്റുകയും പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് മുട്ടയാണ്. ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട. മാത്രമല്ല പ്രോട്ടീൻ്റെ മികച്ച ഉറവിടവുമാണ് ഇവ. വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. സ്റ്റാമിന കെട്ടിപ്പടുക്കുന്നതിനും പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിനും പേശികൾ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് സഹായിക്കുന്നു. മുട്ടകളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലൂസിൻ എന്ന അമിനോ ആസിഡ് ഊർജ്ജ രാസവിനിമയത്തിനും പ്രോട്ടീൻ സിന്തസിസിനും സഹായിക്കുന്നു. ഇനി അടുത്തത് ചിക്കനാണ്. ലീൻ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് ചിക്കൻ. ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണം നിങ്ങൾക്ക് സദാസമയം ഊർജ്ജവും നൽകുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ ചിക്കൻ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നേരം ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. ഇനി അടുത്തത് ആപ്പിളാണ്. ഊർജ്ജം നൽകുന്ന കലോറികൾ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഇരുമ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയ പഴവർഗ്ഗമാണ് ആപ്പിൾ. ആപ്പിളിൽ കാണപ്പെടുന്ന ഒരു പോളിഫൈനോളായ കോർസെറ്റിൻ നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ഒരാപ്പിൾ കൂടുതൽ നേരം നിങ്ങളെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തും. ഇനി അടുത്തത് മധുരക്കിഴങ്ങാണ്. ശരീരഭാരം വർദ്ധിക്കുമോ എന്ന ഭയത്താൽ പലരും ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുന്നു. പക്ഷേ അവശ്യ പോഷകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് മധുരക്കിഴങ്ങ്. ഇനി അടുത്തത് ബീൻസാണ്. പോഷകങ്ങളാൽ സമ്പന്നമായ ഊർജ്ജ സ്രോതസ്സാണ് ബീൻസ്. ഈ ബീൻസ് കഴിക്കുന്നതിലൂടെ നല്ല രീതിയിൽ ശരീരത്തിലെ മഗ്നീഷ്യം ഒക്കെ നമുക്ക് ലഭിക്കും. ഇനി അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പെട്ടെന്ന് ഊർജ്ജം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നു. ഊർജ്ജം നൽകുന്ന പഞ്ചസാരയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണ് ഇവ. ഉണക്കമുന്തിരി പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ പഞ്ചസാരയുടെ അംശം കൂടുതലാണെങ്കിലും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും ഫൈബറും ഇവയിലെ ഗ്ലൈസമിക് സൂചിക കുറച്ചു നിർത്തുന്നു. ഇനി അടുത്തത് കോഫിയാണ്. ക്ഷീണം തോന്നുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന കാര്യമാണ് ഒരു കപ്പ് കാപ്പി. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡായ കഫീൻ നിങ്ങളുടെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു. അമിതമായ കഫീൻ ദോഷകരമാണെങ്കിലും പരിമിതമായ അളവിൽ ഇത് ഉപയോഗിക്കാം. ഇനി അടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റിനേക്കാൾ കൂടുതലായി ഡാർക്ക് ചോക്ലേറ്റിൽ കൊക്കോയും കഫീനും അടങ്ങിയിരിക്കുന്നു. കഫീൻ നിങ്ങളുടെ മെമ്മറി പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യായാമം ചെയ്യുന്ന സമയത്ത് തലച്ചോറിലേക്കും പേശികളിലേക്കും ഓക്സിജൻ എത്തിക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കുന്നു. കൊക്കോ ഫ്ലേവനോളുകൾ
നിങ്ങളുടെ മാനസികാവസ്ഥയും ഊർജ്ജവും വർദ്ധിപ്പിക്കുകയും മാനസിക ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. ഇനി അടുത്തത് ഓട്സ് ആണ്. ആരോഗ്യകരമായ ഭക്ഷണമാണ് ഓട്സ്. ഇത് നിങ്ങളെ കൂടുതൽ നേരം ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ സഹായിക്കുന്നു. ഓട്ട് മീലിലെ ബീറ്റ ഗ്ലൂക്കൻ, അമിലോസ് എന്നിവ ഗ്ലൂക്കോസിന്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഗ്ലൂക്കോസ് നില ക്രമപ്പെടുത്താൻ സഹായിക്കുകയും സ്റ്റാമിന വർദ്ധിപ്പിക്കുകയും കൂടുതൽ സമയം ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ഇനി അടുത്തത് മാതള നാരങ്ങയാണ്. ആൻറ്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ കലവറയാണ് മാതള നാരങ്ങ. ആരോഗ്യകരമായ അസ്ഥികൾക്കും ഹൃദയാരോഗ്യം, പ്രതിരോധശേഷി തുടങ്ങിയവ മെച്ചപ്പെടുത്താനും മാതള നാരങ്ങ സഹായിക്കും. ഇനി അടുത്തത് പീനട്ട് ബട്ടറാണ്. നിങ്ങളെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്ന മികച്ച ഊർജ്ജ സ്രോതസ്സാണ് പീനട്ട് ബട്ടർ. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറിൽ 191 കിലോ കലോറി ഊർജ്ജമുണ്ട്. ഇത് ഈ ഉയർന്ന കലോറി അടങ്ങിയിരിക്കുന്നതിനാൽ പീനട്ട് ബട്ടർ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും കാർബോഹൈഡ്രേറ്റുകൾ നിങ്ങളെ ദീർഘനേരം വിശപ്പ് രഹിതമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി പച്ച ഇലക്കറികളാണ് അടുത്തത്. പച്ച ഇലക്കറികളിൽ നാരുകൾ, വിറ്റാമിനുകൾ, മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അഭാവം നിത്യേനയുള്ള ക്ഷീണത്തിലേക്ക് വഴിവെക്കുന്നതാണ്. എന്നാൽ ഇരുമ്പിൻ്റെ മികച്ച ഉറവിടം കൂടിയാണ് പച്ച ഇലക്കറികൾ. പ്രത്യേകിച്ച് ചീര, കാല് എന്നിവ കഴിക്കുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറയ്ക്കാനും സഹായിക്കും. ഇനി അടുത്തത് സോയാബീനാണ്. സസ്യ പ്രോട്ടീനുകളുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടവും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച ഭക്ഷണവുമാണ് സോയാബീൻ. ഇവയിൽ ലയിക്കാത്ത നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സോയാബീൻ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ.